ഹലോ എവരിവൺ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അക്കാഡമിക്സ് PSCയിലേക്ക് വീണ്ടും ഹാർദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 കീ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കീ നോക്കിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 5 ക്യാൻസലേഷനുകളും 5 ചേഞ്ചുകളുമാണ് ചോദ്യങ്ങളിൽ വരുത്തിയിട്ടുള്ളത്. അതായത് 5 ചോദ്യങ്ങളുടെ ഓപ്ഷനുകളിൽ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്, 5 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ചോദ്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇൻ എഫക്റ്റ് ഏതാണ്ട് 10% മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിൽ നമ്മളുടെ ഒരു മാറ്റം ചേഞ്ച് വന്നിരിക്കുന്നത് കീയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം നോക്കി പ്രൊവിഷണൽ കീയോ മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോക്കിയിട്ട്, ഇപ്പോൾ എനിക്ക് ഓൾറെഡി ചില കുട്ടികളുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി 59 മാർക്ക്, 57, 59 അങ്ങനെ എന്തോ ഒരു മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് 51 പോയിന്റ് സംതിങ് ആണ് നിലവിൽ ഇപ്പോൾ നോക്കിയപ്പോൾ. കുട്ടി ഒരു ടെൻഷനായിട്ട് വന്നിട്ടുണ്ട്, സാർ ഇനി ഇതിലും കുറയാൻ സാധ്യതയുണ്ടോ എൻ്റെ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ പേര് കൺസേൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇതുപോലെ ഇത്രയധികം ലക്ഷക്കണക്കിന് കുട്ടികൾ വർഷങ്ങളോളം പഠിച്ചൊക്കെ എഴുതുന്ന ഒരു പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ ഒരു സീരിയസ്നെസ് കൊടുക്കേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവയിൽ എറേഴ്സ് വരുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്, ഓപ്ഷൻസിൽ എറേഴ്സ് വരുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്. കാരണം ഇത് കുട്ടികളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യത്തിനെ, അവരുടെ പരീക്ഷയോടുള്ള ഒരു അനുഭവത്തിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലാണ് ഇത്തരം ചേഞ്ചുകൾ ബാധിക്കുക. 10% ചേഞ്ചുകൾ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 5 ചോദ്യങ്ങളുടെ കറക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായ ചോദ്യങ്ങളിലേക്ക് പോയ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, അതിപ്പോൾ ശരിയായിട്ടുണ്ടാകും. പക്ഷേ കീ അനുസരിച്ച് ഓൾറെഡി നോക്കിയിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, നെഗറ്റീവായിട്ട് അവരെ അത് ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇല്ല പോയി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വിട്ടിരിക്കുന്ന ചില കുട്ടികൾക്ക് ഇപ്പോൾ മാർക്ക് നോക്കുന്ന സമയത്ത് അയ്യോ എനിക്കപ്പോൾ ഇത്രയും മാർക്ക് ഉണ്ടോ, അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാൽ അപ്പോൾ ഞാൻ കുറേ ദിവസം കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകാം. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രയധികം കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. ചോദ്യങ്ങളിൽ ഇത്രയധികം 10 ചോദ്യങ്ങളിലോളം മാറ്റം വരുന്ന രീതിയിലേക്കൊന്നും പരീക്ഷകൾ പോവാതെ നോക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ നോക്കുക എന്നത് കൂടുതൽ എററുകളിലേക്ക് പോവുക എന്ന തരത്തിലേക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറുകയും ചെയ്യരുത് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാൻസൽഡ് ക്വസ്റ്റൻസ് എങ്ങനെയെല്ലാമാണ്, ചേഞ്ചസ് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ഡിസ്കഷനൊക്കെ ഓരോ ക്വസ്റ്റൻസിൻ്റെയും നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല, അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് തീർച്ചയായിട്ടും കട്ട് ഓഫിലേക്ക് ഒരു ചേഞ്ച് തീർച്ചയായിട്ടും കൊണ്ടുവരും. 5 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്ത് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ 100-ൽ നോക്കുന്ന ചോദ്യങ്ങളിലെല്ലാം എന്ത് ചെയ്യേണ്ടി വരും, 95-ലേക്കാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരെ പോകുന്നത്. അതിനാൽ തന്നെ കട്ട് ഓഫിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും 2-3 മാർക്കിൻ്റെതായിട്ടുള്ള ഒരു താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പിടിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരികയും ചെയ്യും. ഇന്ന കട്ട് ഓഫ് എന്നൊരു പ്രൊഡിക്ഷൻ നമ്മൾ നടത്താറില്ല, അതിലേക്ക് ഞാൻ പോകുന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 45, പല പോസ്റ്റുകൾക്കും പല കട്ട് ഓഫുകളാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിലവിൽ നമ്മൾ വിചാരിക്കുന്ന കട്ട് ഓഫുകളിൽ നിന്നൊക്കെ കുറച്ച് എന്ത് ചെയ്യും, കുറച്ചുകൂടി കുറയാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഇതിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും 10% മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തിലേക്കും കൂടി കടക്കേണ്ടതുണ്ട്, മെയിൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനും കൂടിയുണ്ട്. അതുകൂടി ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു 3-4 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ആദ്യം ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് നമുക്കറിയാം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗുവാഹത്തി എന്ന തലത്തിലൊക്കെ തന്നിരുന്നു. ഈസ്റ്റേൺ ഹെഡ് ക്വാർട്ടേഴ്സ് റെയിൽവേയുടെ കൊൽക്കത്തയാണ്. കറക്റ്റായിട്ടത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴും എനിക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു സംശയം തോന്നുന്ന ഭാഗം തന്നെയാണ് ഇത് കിടക്കുന്നത്. ഓൾ ഓഫ് ദ എബോ എന്നതിലേക്കാണ് ചോദ്യം മാറിയിരിക്കുന്നത്. ധർമ്മരാജ, രാമരാജ ബഹദൂർ ഇവയുടെ കൃത്യമായ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ചില എററുകൾ കാണാൻ ഇപ്പോഴും തോന്നുന്നുണ്ട്. ഒരു ആസ് എ ലിറ്ററേച്ചർ തലത്തിൽ നോക്കുന്ന സമയത്ത്. എന്നിരുന്നാലും ജനറൽ ടേംസിൽ എന്ത് ചെയ്യുകയാണ്, ഓൾ ദ എബോ എന്നുള്ള തലത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് PSC പറയുന്നത്. ഇനി ഇത് രണ്ടും ബാക്കി നിങ്ങൾക്ക് അറിയാം. ഡി ഇസ് ദ ബ്രദർ, എ ഡി ഇസ് സൺ എന്ന രീതിയിൽ കൊടുത്തിരുന്നു. നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഡയറക്ഷൻ ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു, നോർത്ത് എന്നുള്ള ഡയറക്ഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒരു കീ മാറിയിട്ടുള്ളത് മലയാളത്തിൻ്റെ ഭാഗത്തായിരുന്നു. യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നതിൻ്റെ ഉചിതമായ പരിഭാഷയായിട്ട് വാർഷിക പൊതുയോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കപ്പെടുന്നു എന്നാണ് എന്ത് ചെയ്തിരുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ ഡിസ്കഷൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ആൽബിൻ സാർ ആ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ 5 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്ഷൻസ് മാറിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 മാർക്കുകളിൽ അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ടാകും. ഇത് ഓൾറെഡി ശരിയായിരിക്കുന്ന ചില കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ തെറ്റാം. അയ്യോ എൻ്റെ തെറ്റിയല്ലോ, ശരിയായ ഉത്തരം ഇതായിരുന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ 5 മാർക്കുകളോളം ചിലപ്പോൾ ചില കുട്ടികൾക്ക് എല്ലാം ശരിയാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ
കൂടുതലായിട്ട് കിട്ടാനും സാധ്യതയുണ്ട്. ആ മാറ്റം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമുക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു റിസോഴ്സ് ഡെഫിസിറ്റ്. ഇതിൽ മലയാളത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നു. ഓക്കെ, മലയാളത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് തലത്തിൽ ഇത് ക്യാൻസൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇന്ത്യ ഈസ് എ വാട്ടർ റിച്ച് ബട്ട് വാട്ടർ സെക്യൂർ എന്നാണ്. വാട്ടർ സെക്യൂർ അല്ല എന്നുള്ള തലത്തിലേക്ക് അതിൻ്റെ ആൻസർ പോയാൽ ഓക്കെ ആവും. അത് 1 ശരിയല്ല എന്ന തലത്തിലേക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൺലി 2 and 3 എന്നൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട് ആക്ച്വലി. പിന്നെ നോക്കാം നമുക്ക് ബാക്കിയുള്ള എന്താണ്. അൺഈവൻ സ്പേഷ്യൽ ആൻഡ് സീസണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ കോൺട്രിബ്യൂട്ട് ടു ദ വാട്ടർ സ്കേർസിറ്റി. കറക്റ്റ് ആണ്. ഓവർ എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഹാസ് വേഴ്സൺ ഇന്ത്യസ് വാട്ടർ, അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 2 3 ശരിയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്, തെറ്റാണ് എന്ന തലത്തിലേക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. PSC എപ്പോഴും മലയാളവും ഇംഗ്ലീഷിലും 2 തരത്തിലുള്ള ചോദ്യങ്ങളായി മാറി എന്നതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തെന്നുണ്ടെങ്കിൽ PSC തന്നെ മുന്നിൽ എഴുതാറുണ്ട് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് അവസാനം നോക്കുക ഒരു പ്രശ്നം വന്നാൽ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പരിഗണിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് PSC പറഞ്ഞ രീതിയിൽ ഇത് ക്യാൻസൽ ആയിട്ടുണ്ട്. 64th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആയിരുന്നു. 65th മാത്തുമായി ബന്ധപ്പെട്ട ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഐ മീൻ മാത്ത് എന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് റീസണിങ്ങൾ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ എക്കോണമി. ആൻഡ് ഇതും എഗെയിൻ നോക്കൂ, പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ ബജറ്റിന് ശേഷം നമ്മളെ പ്രസ് ബ്യൂറോ ഓഫ് PIBയുടെയിലേക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് നിയർലി 1/5 ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇൻകം അറ്റ് കറന്റ് പ്രൈസസ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അക്കൗണ്ട് ഫോർ ലെസ് ദാൻ 50% ഓഫ് കൺട്രീസ് വർക്ക് ഫോഴ്സ്. ഇത് രണ്ടുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത് അതായത് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൺലി ബോത്ത് A and B. ഈ മൊത്തം ഓപ്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ആൻസർ ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, ഞാനത് നമ്മുടെ ഡിസ്കഷനിൽ ആ ഡോക്യുമെന്റ് എടുത്ത് ഞാൻ നിങ്ങളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡോക്യുമെന്റ് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ എന്താണ് ശരിയായിട്ട് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റുകളാണ്. മനസ്സിലാവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എന്തില്ല, ലഭ്യമല്ല. ആ ഡോക്യുമെന്റ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കഷനിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇനി ലാസ്റ്റ് 29ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് 16th ഫൈനാൻസ് കമ്മീഷൻ. അതിൽ സ്റ്റേറ്റ്മെന്റുകൾക്കൊന്നും പ്രശ്നമില്ല, പക്ഷേ ഇത് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ അങ്ങനെ ഒരു ഒന്നും ചോദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റനും ക്യാൻസലായി പോവുകയാണ്. അപ്പോൾ വളരെ സില്ലി മിസ്റ്റേക്കുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഈ ക്വസ്റ്റനൊക്കെ കണക്കാക്കിയിട്ട് ശരിയാക്കി എന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് ഇപ്പോൾ 1 മാർക്ക് അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ. 20th അതെ ആ ഡോക്യുമെൻ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്, ആ കുട്ടി അത് ശരിയാക്കിയിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയാണ്, വെറുതെ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇടുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. കാരണം ഡിഗ്രി തലത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് 10 ക്വസ്റ്റ്യനുകളിൽ മാറ്റം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കുട്ടികളുടെ പ്ലാനിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് കട്ട് ഓഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു 2 to 3 മാർക്സിൻ്റെ ഒരു താഴത്തേക്ക് കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. അത് കുറേ കുട്ടികളെ ചിലപ്പോൾ പോസിറ്റീവായി ബാധിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസിൽ മാറ്റം വന്ന് 4 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കോളം വ്യത്യാസം വന്ന കുട്ടികളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്കുകളൊക്കെ കൂടിയിട്ട് കണക്കാക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ചിലപ്പോൾ പല കുട്ടികളുടെയും ഒരു മാർക്കിൽ വലിയ ഒരു കുറവും വന്നേക്കാം, ചില കുട്ടികളുടെ കൂടുതലും വന്നേക്കാം. ഒരു ആംബിഗ്യൂറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത കിടക്കുന്നുണ്ട്. ഇനി പഠനവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മെയിൻസ് ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ 2 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സുമുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സുമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫൈനലായിട്ടുള്ളൊരു സിലബസ് വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന തലത്തിൽ ഇരിക്കാതെ ഓൾറെഡി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ കണിശമായി പഠിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കമ്പനി ബോർഡിൻ്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും കോംബോ ആയിട്ടുള്ളൊരു ബാച്ചും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ആദ്യ ആഴ്ചയിലെ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഓരോ വീക്ക്ലി ആയിട്ടുള്ള ടൈം ടേബിളുകൾ നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. ഇതിൽ അവസാന 5 ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഫുൾ ടെസ്റ്റുകളായിരിക്കും. അപ്പോൾ ഇൻ എഫക്റ്റ് 70 ദിവസമാണ് നമ്മുടെ പഠനം. അതായത് 10 ആഴ്ചകളാണ് പഠിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തെങ്കിലും മാറ്റത്തോടു കൂടി എന്തെങ്കിലും ഒരു വരികയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ച് ഗംഭീരമായി അവസാനിപ്പിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 1ാമത്തെ ആഴ്ച പഠിച്ച് അവസാനിപ്പിച്ച് 2ാമത്തെ ആഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആലോചിച്ചിരിക്കാതെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുക. നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, PSCയിലെ ജോലികളിലേക്ക് എഴുതാമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാനുകൾ ലോങ് ടേം പ്ലാനുകളായിരിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സമയം ഒരു ദിവസം 4 മണിക്കൂറേ പഠിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇനി പരാതി പറഞ്ഞിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾക്ക് PSC വഴിക്ക് നല്ലൊരു ജോലിയാണ്, ഡിഗ്രി തലത്തിലുള്ള നല്ലൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
വരിക, പഠിച്ചു തുടങ്ങുക. അല്ലാതെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യവും സോൾവ് ആവാൻ പോകുന്നില്ല എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ അവസ്ഥയെ ചെറുതാക്കി കാണുകയോ നിങ്ങളുടെ ഭയങ്ങളെ ചെറുതാക്കി കാണുകയോ അല്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുക, സ്റ്റാർട്ട് വർക്കിംഗ് എന്നതല്ലാതെ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുകൂടി എൻ്റെ കുട്ടികൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. വീക്ക് 1 നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ തന്നെ വീക്ക് 1 സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കേണ്ട സ്പെഷ്യൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 റിവിഷൻ വീഡിയോ മലയാളത്തിൻ്റെ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആക്കുന്നുണ്ട്. അത് മലയാളത്തിൻ്റെ കുറച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. റിവിഷൻ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി. മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിലെ കൺസെപ്റ്റുകൾ വീണ്ടും റിവൈസ് ചെയ്യേണ്ടതുണ്ട്. വിത്ത് വീഡിയോ ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മളത് തന്നിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റ് നമ്മൾ നടത്തിയിരുന്നു. ഗംഭീരമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പ്രത്യേകം ഗ്രൂപ്പുകളിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ റാങ്ക് ലിസ്റ്റും നമ്മളുടെ അക്കാഡമിക് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഓരോ ഭാഗങ്ങളിലെയും മെറ്റീരിയലുകൾ വെച്ച് ഇതൊക്കെ ഞങ്ങൾ നമ്മളുടെ എന്താ പറയുക, സാധാരണ ക്ലാസ്സിലെ മെറ്റീരിയൽ അല്ല കേട്ടോ അത് പറയുന്നത്. നമ്മളെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ മെറ്റീരിയലുകളാണ് നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, മെറ്റീരിയലുകൾ വെച്ച് പരീക്ഷ വെച്ച് റിവിഷൻ ക്ലാസ്സുകൾ എക്സ്ട്രാ കണ്ടുകൊണ്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒപ്പം കൂടാം. ഗംഭീരമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഓൾറെഡി നിങ്ങൾക്ക് അതിനുള്ള അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ വൈകി വരുന്ന കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ച് വരാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു എഫേർട്ട് എടുക്കണമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കോംബോ ബാച്ച് 2999 രൂപയാണ് നമുക്കുള്ളത്. ബാക്കി 2 ബാച്ചുകൾ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ചുകളാണെങ്കിൽ 2499 രൂപയുമാണുള്ളത്. ഒരു സ്റ്റഡി പ്ലാൻ, ഗംഭീരമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, അതിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ മെറ്റീരിയലുകൾ എല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. പഠിക്കുക, സമയം കളയാതിരിക്കുക, ടെൻഷൻ അടിച്ചിരിക്കാതിരിക്കുക. നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. സമയം കളയാതെ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തെറ്റിപ്പോകാതെ പഠിച്ച് നല്ലതുപോലെ എന്ത് ചെയ്യുക, പരീക്ഷ നമുക്ക് ഒന്നിച്ച് ഗംഭീരമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് തന്നെ ശക്തമായിട്ട് പോകാം. താങ്ക് യു എവരിവൺ.